വേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെനിക്കാശ്വാസമായി മകൾ സ്നേഹം മറ്റാർക്കുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണഭൂതനായ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 13ാമത്തെ എപ്പിസോഡിലേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന നാം എല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 13ാമത്തെ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെയായിരിക്കുക. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലുള്ള കുടുംബവും ഭൂമിയിലുള്ള കുടുംബവും അതിന് പേർ വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ ബന്ധത്തിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും മുൻപോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാട്ട്. ഈ കൂടാരത്തിൽ ആ മർമ്മങ്ങളുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശക്തീകരിച്ചാട്ട് കർത്താവേ, കൃപയിൽ പൊതിഞ്ഞാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ എപ്പിസോഡിൽ സമാഗമന കൂടാരത്തിൻ്റെ 12ഓളം പേരുകൾ, സമാഗമന കൂടാരത്തിൻ്റെ സാദൃശ്യം, നിഴൽ, കൂടാരത്തിൻ്റെ അളവുകൾ, കൂടാരത്തിൻ്റെ പ്രധാനമായ 3 ഭാഗങ്ങൾ, പ്രാകാരത്തിലെ ഉപകരണങ്ങൾ, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ, അതിവിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനിടയായി. അതുമാത്രമല്ല, കൽപ്പനാധ്യായത്തിൽ പെട്ടകത്തെക്കുറിച്ച് ആദ്യം മോശയോട് കൽപ്പിച്ച യഹോവയാം ദൈവം, എന്നാൽ മോശ പണിയുന്നത് സമാഗമന കൂടാരമാണ്. പക്ഷെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി ആദ്യം പോകേണ്ടത് പ്രാകാരത്തിൻ്റെ മുൻപിലുള്ള പ്രാകാര മറശ്ശീലയിലേക്കാണ്. പ്രാകാര മറശ്ശീലയിലേക്ക് എത്തുന്നതിന് മുൻപ് അല്പം ചില കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മരുഭൂമിയിലെ കൂടാരവും സ്വർഗീയ കൂടാരവും തമ്മിലൊരു താരതമ്യ പഠനം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ചിന്തിച്ചിരുന്നു. ഒരു വാക്കിൽ ഒന്നുകൂടി ഓർപ്പിച്ചിട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. മരുഭൂമിയിലെ കൂടാരത്തിൽ കൃപാസനം ഉണ്ടായിരുന്നു. സ്വർഗീയ കൂടാരത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 4:3 5:8 വെളിപ്പാട് പുസ്തകം 8:13 ഒക്കെ പല ഭാഗത്തായിട്ട് അത് നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോൾ, അതുമാത്രമല്ല എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനത്തെക്കുറിച്ചുമൊക്കെ കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാകുന്നു. മരുഭൂമിയിലെ കൂടാരത്തിൽ കൃപാസനം ഉണ്ടായിരുന്നപ്പോൾ സ്വർഗത്തിലെ കൂടാരത്തിൽ സ്വർഗസിംഹാസനത്തെ കാണുവാൻ കഴിയുന്നു. മരുഭൂമിയിലെ കൂടാരത്തിൽ കെരൂബുകൾ ഉണ്ടായിരുന്നപ്പോൾ സ്വർഗീയ കൂടാരത്തിൻ്റെ മുൻപിലും 4 ജീവികൾ 4 മുഖങ്ങളോടുകൂടി നിന്നതായിട്ട് നമ്മൾ കൊടിയടയാളത്തെക്കുറിച്ച് മറ്റും ചിന്തിക്കുമ്പോൾ പഠിക്കുന്നു. മരുഭൂമിയിലെ കൂടാരത്തിൽ 24 ആചാരകൂട്ടങ്ങൾ ചുറ്റിനും പാർത്തിരുന്നപ്പോൾ സ്വർഗീയ കൂടാരത്തിന് മുൻപിൽ 24 മൂപ്പന്മാരെ കാണിക്കുന്നു. ആ മൂപ്പന്മാരുടെ അർത്ഥം പഠിക്കുമ്പോഴാണ് ആചാരകൂട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരുഭൂമിയിലെ കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് കവരവിളക്കുണ്ടായിരുന്നു. സ്വർഗീയ സിംഹാസനത്തിന് മുൻപിലും 7 ദീപങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. മരുഭൂമിയിലെ കൂടാരത്തിൽ ദഹന ബലിപീഠമുണ്ട്. പ്രാകാരത്തിൽ സ്വർഗീയ കൂടാരത്തിന് മുൻപിലും യാഗപീഠമുണ്ട്. മരുഭൂമിയിലെ കൂടാരത്തിൽ പ്രാകാരത്തിൽ താമ്രത്തൊട്ടിയുണ്ട്. സ്വർഗീയ കൂടാരത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ ഉണ്ട്. മരുഭൂമിയിലെ കൂടാരത്തിന് മുൻപിൽ വിശുദ്ധ സ്ഥലത്ത് സ്വർണ്ണ ധൂപപീഠമുണ്ട്. സ്വർഗീയ കൂടാരത്തിലും സ്വർണ്ണ ധൂപപീഠമുണ്ട്. ആ സ്വർണ്ണ ധൂപപീഠത്തിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചാൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെടും.
അത് സ്വർണ്ണ ധൂപപീഠത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത്. കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടല്ലോ. കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സ്വർഗത്തിനും 3 ഭാഗങ്ങളുണ്ട്. കൂടാരത്തിന് പ്രാകാരം, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ മേഘമണ്ഡലം. സങ്കീർത്തനം 47:7-8 നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാം. കൂടാരത്തിന് വിശുദ്ധ സ്ഥലമുള്ളപ്പോൾ ഉൽപ്പത്തി 1:16-17 കാണുന്നു. കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലമുള്ളപ്പോൾ സ്വർഗാതിസ്വർഗം 2 കൊരിന്ത്യർ 12:2-3 എഫെസ്യർ 4:10 ഒക്കെ നമുക്ക് ആ ഭാഗം കാണാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെന്ന്. കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സഭയ്ക്കും 3 ഭാഗങ്ങളുണ്ട്. അതൊന്ന് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ കാലഘട്ടത്തിലെ പഠിപ്പീരിൽ ഇത്രയും ആഴമായ ചിന്തകൾ വരുന്നില്ല. ഈ കാലഘട്ടത്തിൽ സ്നാനപ്പെടാത്തവർക്ക് പോലും തിരുവത്താഴം എടുക്കാം, കുർബാന എടുക്കാം, തിരുവത്താഴം എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ നാം ആദ്യ ദിവസം വായിച്ചതുപോലെ ഇപ്പോഴും പാൽ കുടിക്കുന്നവരായി തീർന്നിരിക്കുന്നു. കട്ടിയുള്ള ആഹാരം, പഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയം പ്രാപിക്കാൻ ഹേതുവാകുന്നു. പക്ഷേ ആ ഭാഗത്തേക്ക് മനുഷ്യർ പോകുന്നില്ല. സഭയ്ക്ക് നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, തേജസ്കരണമുണ്ട്. ഈ 3 ഭാഗങ്ങളിൽ കൂടി സഭയും കടന്നു പോകുന്നു. വിശ്വാസികൾക്കും അതുപോലെ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവുമുണ്ട്. കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ വിശ്വാസിക്കും 3 ഭാഗത്ത് ജീവിതമുണ്ട്. ഒന്ന് കൃപായുഗത്തിൽ, ദൈവത്തിന് സ്തോത്രം. കൃപായുഗത്തിൽ ജീവിതമുള്ളപ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. 1 പത്രോസ് 2:11-12 നമ്മൾ കാണുവാൻ കഴിയുന്നു, നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ഭൂമിയിലെ പാർപ്പിനെ കുറിച്ച് ദൈവാത്മാവിടെ ഓർപ്പിക്കുന്നു, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്കൊരു വാസമുണ്ട്, പക്ഷേ അത് ഒരു ഷോർട്ട് പീരീഡ്, ഒരു ചെറിയ പീരീഡേ ഉള്ളൂ. ഓരോ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ 70 അല്ലെങ്കിൽ 80. കൃപായുഗത്തിൽ മനുഷ്യൻ ഭൂമിയിൽ, കൃപായുഗത്തിൽ ആകുമ്പോൾ ഭൂമിയിൽ നമ്മളായിരിക്കുന്നു. കൂടാരത്തിന് 3 ഭാഗങ്ങളുള്ള വിശ്വാസിക്കും 3 ജീവിതമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആകാശമണ്ഡലത്തിൽ നാം 7 വർഷം കർത്താവിനോടുകൂടി ആയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:17 അതിനോട് ചേർത്ത് മറ്റ് ഭാഗങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിൽ 1000 വർഷം പ്ലസ് നവഭൂമിയിൽ നിത്യയുഗവാസവുമുണ്ട്. വെളിപ്പാട് പുസ്തകം 20:4-5 ഭാഗങ്ങളിലും മുന്നോട്ടുള്ള ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനത്തിലെ ഭാഗങ്ങളൊക്കെ ചേർക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം, നാം ഇവിടെ അന്യരാണ്, പരദേശിയാണ്. കൂടാരത്തിൻ്റെ 3 ഭാഗങ്ങളെ പോലെ ഇത്രയും ഭാഗങ്ങൾ മറ്റ് വിഷയങ്ങൾക്കൊക്കെ കൊടുത്ത് ദൈവം ഇതിനെ ക്രമീകരിച്ചിരിക്കുമ്പോൾ സമാഗമന കൂടാരം എത്ര അർത്ഥവത്താണ്, എത്ര അർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്ര കൃത്യമായി ദൈവം നമുക്ക് ഈ കൂടാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണമേ. നാം ഇവിടെ ആയിരിക്കുന്ന ഈ പരദേശവാസത്തിൽ ഈ സത്യങ്ങൾ അറിഞ്ഞ് സൃഷ്ടാവിൻ്റെ മക്കളായിട്ട് നാം കർത്താവിനെ ആരാധിച്ച് സേവിച്ച് ശേഷിക്കുന്ന കാലം പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന എല്ലാവരുമല്ല, ചിലരെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 17:16 അതൊന്ന് വായിക്കാമെങ്കിൽ വായിക്കാം, നമുക്കിപ്പോൾ വായിക്കാം. യോഹന്നാൻ 17:16 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഞാൻ ലൗകികരല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. പ്രൈസ് ദി ലോർഡ്.
യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമാണിവിടെ. ഞാൻ ലൗകികനല്ല, അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത അല്ലെ എനിക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഭൂമിയിലെ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേർന്നവർ, എൻ്റെ യേശു നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, നമ്മൾ ലൗകികരല്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. യോഹന്നാന്റെ സുവിശേഷം 15:19 വരുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ, യേശു നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ലോകക്കാരായിരിക്കാതെ. കഴിഞ്ഞ ദിവസം നേരത്തെയുള്ള എപ്പിസോഡുകളിൽ ഞങ്ങളെ ഓർപ്പിച്ചിരുന്നു, പിശാച് വീഴുവാൻ കാര്യം എന്താണ്? 1, അവൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രഭ നിമിത്തം. 2, അവൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ്. 3, അവൻ്റെ സ്വയ ആരാധന, സിംഹാസനത്തിന് മേൽ കയറുമെന്നുള്ളത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം വീണ്ടും 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 ഓർപ്പിക്കുന്നുണ്ട്. 1, ധനത്തിൻ്റെ ചിന്തകളാൽ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഉപമ വിതയ്ക്കുന്നിടത്ത് പറഞ്ഞു, ധനത്തിൻ്റെ ചിന്തകളാൽ ഞെരുങ്ങി, ധനമോഹങ്ങളാൽ. വിശ്വാസിയെ ഏറ്റവും കൂടുതൽ പിടിച്ചൊലയ്ക്കുന്ന വിഷയമാണ് ധനത്തിൻ്റെ ചിന്ത. എന്തായിരുന്നെന്നറിയാം അത് വരാൻ കാര്യം? ലൂസിഫർ മനുഷ്യരെ ഇപ്പോഴും ആ ചിന്തകളിൽ കൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ധനമോഹം. ധനം വേണ്ടാന്നോ, പണം വേണ്ടാന്നോ, ജോലി വേണ്ടാന്നോ അല്ല അർത്ഥം. പക്ഷേ ഫസ്റ്റ് ചിന്ത സൃഷ്ടാവിനെ കുറിച്ചായിരിക്കണം, ഈ കൂടാരത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചായിരിക്കണം, ദൈവസഭയുടെ ഉപദേശത്തെക്കുറിച്ചായിരിക്കണം, നമുക്ക് കർത്താവിനോടുള്ള ആ ബന്ധത്തെക്കുറിച്ചായിരിക്കണം. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ, 15:19 യേശു ക്രിസ്തു വീണ്ടും പറയുന്നു, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഇരിക്കണം. നമ്മൾ ലോകത്തിനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. 17:21 യോഹന്നാനിൽ നമുക്ക് കാണാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ, പിതാവേ അവരും നമ്മിലാകേണ്ടതിന്. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നാമും പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ. ഈ സമാഗമന കൂടാരത്തിലെ പിരിച്ച പഞ്ഞിനൂൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവും ദൈവമാം പിതാവും അല്ലെങ്കിൽ പിതാവും കൂടെ പിരിച്ച് ചേർക്കപ്പെട്ടിരിക്കുക. അതിനാണ് പിരിച്ച പഞ്ഞിനൂൽ എന്ന് പറയുന്നത്. ആ ഭാഗം പിന്നീട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിരിഞ്ഞ് ചേർക്കപ്പെട്ട ഒരു ബന്ധം യേശുവിനും ദൈവം പിതാവാൻ ദൈവത്തിനും ഉണ്ടെങ്കിൽ, ഇവിടെ പറയുന്ന ഈ വാക്യങ്ങളുടെ അർത്ഥം, പിതാവേ അവരും നമ്മിലാകേണ്ടതിന്. എവിടെയാകണം? നാം കർത്താവിനോടും അല്ലെങ്കിൽ പിതാവാൻ ദൈവത്തോടും പുത്രനാം ദൈവത്തോടും കൂടെ വിശ്വാസി പിരിഞ്ഞു ചേർക്കണം. അവരും നമ്മിലാകേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോക ജീവിതത്തിൽ 70 അല്ലെങ്കിൽ 80 നാം ഇവിടെ പരദേശികളാണ്. നമ്മളെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരെക്കുറിച്ച് പറയുന്നത് അവർ പരദേശികളാണെന്നാണ്, പ്രവാസികളാണെന്നാണ്. പ്രവാസികളും പരദേശികളുമായവരെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ നാം പ്രവാസികളാണ്, പരദേശികളാണ്. ഇവിടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് ഒന്നുമില്ല. 70 അല്ലെങ്കിൽ 80 അതിന് താഴോട്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ അളവുകളും തൂക്കങ്ങളും നൂലുകളുടെ കളറുകളും അല്ലെങ്കിൽ ഇതിൻ്റെ അളവുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ആകൃതികളും വെച്ച് നോക്കുമ്പോൾ എല്ലാം കൃത്യമാണ്. കണക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുവെങ്കിൽ ഈ 70-80 എന്ന് പറയുന്നത് തീരാൻ പോകുന്നു. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും എന്തുകൊണ്ട് ഈ 3 ചിന്തകളിലാണ് മനുഷ്യൻ കുടുങ്ങി നിൽക്കുന്നത്? അതിൽ 1, പണത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ ചിന്ത. 2, സ്വയ ആരാധന, ഞാനെന്ന ഭാവം, ദി മോസ്റ്റ് റെവറൻറ്റ്, ഇങ്ങനെയുള്ള ചിന്തകൾ. ഈ ഒക്കെ ചിന്തകളിലേക്ക് മനുഷ്യനെയും ശുശ്രൂഷാഗണത്തെയും കടത്തിവിടാനുള്ള കാരണം എന്ത്? പിശാച്, അവൻ്റെ തന്ത്രങ്ങൾ. 3-ാമത്തേത് സൗന്ദര്യത്തിൻ്റെ പ്രഭ, സൗന്ദര്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം. ഇതെല്ലാം ഈ 3 കാര്യങ്ങളെ ഉറപ്പിച്ചാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തി മുൻപോട്ട് പോകട്ടെ. നാം പരദേശവാസികളാണ്, പ്രവാസികളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഇവിടുത്തെ പരദേശവാസം കഴിഞ്ഞിട്ട് നാം ഇവിടുന്ന് ആകാശമണ്ഡലത്തിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയ പീരീഡിൽ, ദൈവത്തിന് സ്തോത്രം,
കർത്താവിൻ്റെ വചനമനുസരിച്ച്, ആഴങ്ങളെ അനുസരിച്ച് നാം മുൻപോട്ട് പോകേണ്ടത് എത്ര ആവശ്യമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരും. ഫിലിപ്പിയ ലേഖനം 3:20 നമ്മൾ കാണുന്നു, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുത്തുമെന്ന ദൈവത്തിൻ്റെ, യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ആ വലിയ പവർ ഇവിടെ വ്യാപരിക്കും. സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ നാം ഇവിടുന്ന് എടുക്കപ്പെടും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 7 വർഷം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണമാണ്. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച. കൂടാരത്തിന് 3 ഭാഗങ്ങളുള്ളതുപോലെ മനുഷ്യനും 3 ഭാഗങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. 1 തെസ്സലോനിയ 5:23 ഞങ്ങളിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. അതിനു മുൻപ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമാഗമന കൂടാരത്തിന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. മനുഷ്യനെ ദേഹം, ദേഹി, ആത്മാവ്. 1 തെസ്സലോനിയ 5:23 വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യർ ശ്രദ്ധിക്കുന്നുണ്ടോ? വായിക്കാം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെ വായിച്ചത് ഇവ 3ഉം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണം. ചിലർക്കൊരു ചിന്തയുണ്ട്, ദേഹം എങ്ങനെയും പോകട്ടെ, ആത്മാവ് അങ്ങ് പോയാൽ മതി. നോ, ദൈവവചനത്തിലെ വാക്യങ്ങളൊന്നും തെറ്റത്തില്ല. ദേഹം, ദേഹി, ആത്മാവ് അനന്യമായി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ദേഹത്തിനും ആത്മാവിനും ദേഹിക്കുമൊക്കെ വചനം പറയുന്ന ആ അളവിലേക്കുള്ള വിശുദ്ധി, വേർപാട്, ഒരുക്കങ്ങൾ ഒക്കെ ഉണ്ടായേ പറ്റത്തുള്ളൂ. ദേഹമാകുന്ന ശരീരം ഹോമയാഗപീഠത്തിൽ സമ്പൂർണമായി വെന്ത് ചാരമായി. റോമർ 12:1 യാഗപീഠത്തിലെ താമ്ര ജ്വാലത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ വെന്ത് ചാരമായി ദേഹിയാകുന്ന മനസ്സ് ക്രിസ്തുവിൻ്റെ മന്ദിരമാകണം. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ചും പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയും അശുദ്ധിയില്ലാത്ത കൂടാരം പോലെ വിശുദ്ധമായ ഒരു ശരീരവും മനസ്സും ഹൃദയവും ഉള്ളവരായി നാം തീരണമെന്നാണ് 1 തെസ്സലോനി 5:23 നമ്മെ ഓർപ്പിക്കുന്നത്. കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ മനുഷ്യ ശരീരത്തിനും 3 ഭാഗങ്ങളുണ്ട്. പ്രാകാരം അര മുതൽ പാദം വരെ. അതിൻ്റെ ചാർട്ട് പിക്ചർ ഞങ്ങളിവിടെ കൊടുക്കുന്നു. അര മുതൽ പാദം വരെ ശരീരത്തിൻ്റെ പാർട്ട് പ്രാകാരത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുമ്പോൾ കഴുത്ത് മുതൽ അര വരെ വിശുദ്ധ സ്ഥലമായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഒരു ഭാഗമാണ് ശരീരത്തിനുള്ളത്. അതിവിശുദ്ധ സ്ഥലം തല അല്ലെങ്കിൽ ബ്രെയിൻ. പഴയ നിയമത്തിൽ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്ന് കാണുന്നു. പക്ഷേ നമ്മൾ അബ്രഹാമിൻ്റെ ഭാഗത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അവന് വിശ്വാസത്തെ നീതിയായി കണക്കിട്ടെന്നും പ്രവൃത്തിയാൽ അല്ലെന്നും ഇവിടെ പറയുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മളത് കാണുന്നത്, യാക്കോബ് 2:22 നമ്മൾ കാണുന്നത് അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു. യാക്കോബ് 2:22 വായിച്ചു കേൾപ്പിക്കുന്നു. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും. അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്ന് യാക്കോബ് പറയുമ്പോൾ, റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു, പ്രവൃത്തിയാൽ അല്ല. എന്താ ഇതിവിടെ ഇങ്ങനെ 2 ഭാഗത്ത് രണ്ടിടത്തായിട്ട് വരുവാൻ കാര്യം? ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് പല വിശ്വാസികളും പറയുന്നത് ചേരാത്തതായിട്ടുള്ള വാക്യങ്ങളും ഭാഗങ്ങളും ദൈവവചനത്തിലുണ്ട്. ഞാനത് പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവം ഇങ്ങനെ എഴുതുമ്പോൾ അതിന് ഉദ്ദേശമുണ്ട്. ഈ അർത്ഥങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ ആഴമായ അർത്ഥങ്ങളും മറ്റും പഠിക്കേണ്ടത് കൊണ്ടാണ് ആ 2 വാക്യങ്ങൾ വന്നതെന്നൂടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. കൃപയുമേൽ കൃപയുടെ കൃപ, 5ൻ്റെ ഗുണിതങ്ങളാകുന്ന 15 കൃപയുടെ പൂർണ്ണതയെ കാണിക്കുമ്പോൾ മനുഷ്യ വിശ്വാസി അങ്ങും കൃപയുടെ 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 പൂർണ്ണതയിലേക്ക് ഉയർന്നെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ കഴിയുന്നത് അവൻ്റെ കാലുകളെ ഉദ്ദേശിച്ചാണ് പറയാൻ പറ്റുന്നത്. കാരണം കാലുകളാണല്ലോ അവനെ പ്രവൃത്തിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്.
അപ്പോൾ പാദം മുതൽ അര വരെ പ്രവൃത്തിയെ കാണിക്കുമ്പോൾ അത് പ്രാകാരത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ടെന്ന് കാണിക്കുന്നു. അതേസമയം പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ഹൃദയത്തിലെ വിശ്വാസം അല്ലെങ്കിൽ വചനം ഹൃദയത്തിൽ ഏറ്റുകൊടുത്തുകൊണ്ട് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മന്ദിരമാക്കി നമ്മൾ തീർക്കുന്നു. റോമാലേഖനം 10:9-10 വായിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ അര മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് 1 Corinthians 3:16 വ്യക്തമാണല്ലോ. അതിനാൽ ഹൃദയമുള്ള ഭാഗം കഴുത്ത് മുതൽ അര വരെ വിശുദ്ധ സ്ഥലത്തിനായിട്ട് കണക്കാക്കാം. അതും ശരീരവുമായിട്ടുള്ള ബന്ധമായിട്ട് നമുക്ക് കണക്കാക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആ ബന്ധം കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ഹൃദയം, കരള്, രക്തം, പാൻക്രിയാസ് ഗ്രന്ഥികൾ, മസ്കുലർ ജംഗ്ഷനുകൾ, സ്പൈനൽ കോഡ് ഇവയെല്ലാം ചേർന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്നത്. വളരെ ശ്രദ്ധിക്കണമേ. നമ്മുടെ ഈ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് അരയ്ക്കും കഴുത്തിനും ഇടയിലുള്ള ഭാഗത്താണ്. ഇവിടുന്നുള്ള പ്രവർത്തനങ്ങൾ നാഡികളിൽ കൂടി നരമ്പുകളിൽ കൂടി ഒക്കെ ബ്രെയിനിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് ചെല്ലുമ്പോൾ ഓർക്കണമേ, അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് സമാഗമന കൂടാരത്തിലും നടക്കുന്നത്. കരളിന് മാത്രം ഏതാണ്ട് 500-ലധികം ദൗത്യങ്ങളുണ്ട്. കണ്ണിന് മാത്രം 3 കോടിയിലധികം ദണ്ടുകളും 70 ലക്ഷം രേണുസൂചികളും 3 ലക്ഷം നാഡീ ധാതുക്കളാലും തലച്ചോറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, 2 ലക്ഷം ടെലിവിഷൻ പ്രക്ഷോഭണികളും അത്രയും റിസീവിംഗ് സെൻ്ററുകളും ഉണ്ടായാൽ പോലും നമ്മുടെ കണ്ണിൻ്റെ ഉപയോഗം പോലെ ഒരു ക്യാമറ ഇതുവരെയും ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. 10 വയസ്സിലോ 15 വയസ്സിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലെ ഒരു നല്ല സീനറി നമ്മുടെ കണ്ണ് ഒപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് ഡിസ്ക് ആകുന്ന ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് ബ്രെയിനിൻ്റെ ഏതോ മൂലയ്ക്ക് അത് അവിടെ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് സമയത്ത് ഓർമ്മ വരുമ്പോൾ അതിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്ന ആ പിക്ചർ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിൻ്റെ സൃഷ്ടിപ്പിനെ ഓർത്ത് നാം എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 37:7 ഇങ്ങനെ ഒരു വാക്യം കാണുവാൻ കഴിയുന്നു. സൃഷ്ടിച്ച സകല മനുഷ്യരെയും അറിയുവാൻ ദൈവം കൈക്ക് ഒരു മുദ്ര ഇട്ടിരിക്കുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിച്ച മനുഷ്യരെ അറിയുവാൻ ദൈവത്തിന് സ്തോത്രം. അവൻ കൈക്ക് അല്ലെങ്കിൽ ദൈവം കൈക്ക് ഒരു മുദ്രയിട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഇവയെല്ലാം ചേർന്ന് അല്ലെങ്കിൽ അര മുതൽ മേലോട്ടുള്ള ഭാഗങ്ങൾ ചേർന്ന് ഉള്ള ആ ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ എത്തുന്നത് പോലെയാണ് സമാഗമന കൂടാരത്തിലെ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ. അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടകത്തിൻ്റെ മേളിൽ ചെല്ലുകയും അവിടുന്ന് ഓർഡറുകൾ തലച്ചോറിൽ, ഞാൻ ഈ കൈ ഇങ്ങനെ അനക്കുമ്പോൾ അത് എൻ്റെ തലച്ചോറിൽ വരുന്ന ഓർഡർ കൊണ്ടായതുപോലെ സമാഗമന കൂടാരത്തിൽ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഓർഡറുകൾ ലഭിക്കുന്നത് കൃപാസനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ പോലും ദൈവം ഈ സമാഗമന കൂടാരത്തിൻ്റെ ഒരു അർത്ഥം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ അതുപോലെ 3 പാർട്ടായിട്ടാണ് മനുഷ്യനെയും സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നാം എത്രയധികം ദൈവത്തെ സ്തുതിക്കുകയും ഈ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കണം. പ്രാകാരം, ന്യായപ്രമാണ കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സഭയ്ക്കും 3 കാലങ്ങളുണ്ട്. പ്രാകാരം ന്യായപ്രമാണ സഭയുടെ കാലവും, വിശുദ്ധ സ്ഥലം കൃപായുഗ സഭയുടെ കാലവും, അതിവിശുദ്ധ സ്ഥലം 1000 ആണ്ട് സഭയുടെ കാലവും പ്ലസ് നിത്യയുഗവുമായിട്ട് അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. പ്രാകാരത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമാണല്ലോ. 5 മുഴം അകലത്തിൽ ഓരോ തൂണ് അതിനിടയിൽ നാട്ടിയാണ് പ്രാകാര മറശില തൂക്കുന്നത്. ഇങ്ങനെ തെക്ക് ഭാഗത്തെ 20 തൂണും വടക്ക് ഭാഗത്തെ 20 തൂണും കിഴക്ക് ഭാഗത്തെ 10 തൂണും പടിഞ്ഞാറ് ഭാഗത്തെ 10 തൂണും അങ്ങനെ ടോട്ടൽ 60 തൂണുകളിലാണ് ഈ പ്രാകാര മറശില തൂക്കുന്നത്. ഈ തൂണുകളിൽ 5 മുഴം ഉയരത്തിൽ വെള്ളക്കൊളുത്തുകളാൽ ഉയരത്തിലുള്ള തൂണുകളും അതിൻ്റെ മുകളിൽ വെള്ളിക്കൊളുത്തുകളാൽ പിടിപ്പിച്ചിട്ടാണ് ഈ പ്രാകാര പഞ്ഞിതൂൺ മറശില കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഈ തൂണുകളെ അപ്പുറവും ഇപ്പുറവുമായി തറയ്ക്കപ്പെട്ടിരിക്കുന്ന
താമ്ര കുറ്റികളിൽ ചരടുകളിൽ ബന്ധിച്ച് നേരെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പുറവും ഇപ്പുറവും ബന്ധിച്ചിരിക്കുന്ന ഈ താമ്ര കുറ്റികൾ ഈ 5 മുഴം നീളം, 5 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 7.5 അടി ഉയരത്തിലുള്ള ഈ തൂണുകളെ മറിയാതെ നിർത്തിയിരിക്കുന്നത് പ്രാകാരത്തിനകത്ത് അടിച്ചിരിക്കുന്ന താമ്രക്കുറ്റിയും പുറത്ത് അടിച്ചിരിക്കുന്ന താമ്രക്കുറ്റിയും അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ചരടുകളാലും ആണെന്നുള്ളത് എത്ര സത്യം, എത്ര വ്യക്തം, എത്ര ആഴമായ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. മുൻഭാഗത്ത് 4 തൂണുകളുടെ ഇടയിൽ 20 മുഴം നീളം വാതിലാണ്. ഈ 20 മുഴം നീളം വാതിൽ ഭാഗം കഴിഞ്ഞാൽ ബാക്കി 280 മുഴം നീളത്തിലാണ് പ്രാകാര മറശ്ശീല ഉള്ളത്. ശ്രദ്ധിക്കണമേ, പഞ്ഞിനൂൽ കൊണ്ട് എന്തുകൊണ്ട് ഈ പ്രാകാര മറശ്ശീല ഉണ്ടാക്കി? മരുഭൂമിക്ക് ചേരുന്ന ഒരു കളറിൽ ഉണ്ടാക്കാമായിരുന്നു. കാരണം പൊടിപടലങ്ങൾ കൊണ്ട് മിഡിൽ ഈസ്റ്റിലും മറ്റും ജീവിക്കുന്നവർക്കറിയാം, പൊടിപടലും കൊണ്ട് മറ്റും ആയിരിക്കുന്ന ആ പ്രദേശത്ത് ഈ പഞ്ഞിനൂൽ മറശ്ശീല ഒരിക്കലും വെണ്മയായി സൂക്ഷിക്കാൻ മനുഷ്യന് പ്രയാസമാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, അതിനും ദൈവം അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാകാര മറശ്ശീലയ്ക്ക് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് യാഗപീഠവും പുറകിലായി ശുദ്ധീകരണത്തിലുള്ള താമ്ര ദർപ്പണ തൊട്ടിയും കാണുന്നത്. അതിന് പിൻപിലായി 30x10 എന്നളവിലുള്ള കൂടാരവും അതിനകത്ത് ആഴമായ ഉപകരണങ്ങളുടെ അർത്ഥങ്ങളും ദർശനങ്ങളും നമുക്ക് കാണാം. കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം വാതിൽമറ. മോശ കൂടാരം ആദ്യം പണിതതുപോലെ തൂണുകൾ നാട്ടിയിട്ട് വാതിൽമറ തൂക്കണം. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് നമുക്കും അടുത്ത എപ്പിസോഡിലേക്ക് കടന്നു പോകാം. കൂടാരത്തിൻ്റെ തൂണുകൾ നാട്ടി അതിൽ കൊളുത്തുകൾ പിടിപ്പിച്ച് വാതിൽമറയെ തൂക്കിയിട്ട് വേണം ആ കിഴക്ക് ഭാഗത്തുള്ള പ്രാകാര വാതിൽമറ തൂക്കുവാൻ. അതിനായിട്ട് നമുക്ക് എല്ലാവരും ഒരുങ്ങാം. പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവരും ഈ അടുത്ത ഒരാഴ്ച പ്രാർത്ഥിക്കണമേ. ഈ ആഴമായ സത്യങ്ങളെ എൻ്റെ ബുദ്ധിയെ കർത്താവെ തുറക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവമായ കർത്താവ്, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സമാഗമന കൂടാരം വളരെ ഈസിയായൊരു സബ്ജക്റ്റാണ്. എന്നാൽ നമ്മുടെ ബുദ്ധിയെ ദൈവം തുറക്കാതെ അത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായും താല്പര്യമുള്ളവർ കണ്ണടച്ച് അവരവരിയ്ക്കുന്നിടത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ബുദ്ധിയെ തുറക്കണമേ. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ആഴമായ ഈ മർമ്മങ്ങളെ പിശാച് അടച്ചു വെച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഞങ്ങളുടെ ബുദ്ധിയെ തുറന്നാൽ കർത്താവെ അത് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ നല്ല സമയത്ത് ദൈവമായ കർത്താവെ, അങ്ങ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് എല്ലാവരുടെയും ബുദ്ധിയെ തുറന്നു കൊടുക്കുന്നു. എൻ്റെ ദൈവം അത്ഭുതം ചെയ്താട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെയും നടത്തുന്നതാ, നിൻ വഴിയിൽ നിത്യം ഞാൻ നടന്നേ